നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പകുതി വില തട്ടിപ്പിനെ ചൊല്ലി വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം. തട്ടിപ്പിൽ ഉൾപ്പെട്ട കൌൺസിലർമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് LDF ഭരണസമിതി അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. തട്ടിപ്പ് നടത്താൻ 3 പേർ കൌൺസിലർ പദവി ദുരുപയോഗം ചെയ്തെന്ന് പ്രമേയത്തിൽ ആരോപണം. പാതിവില തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി പാലക്കാട് ജില്ലാ കമ്മിറ്റി. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ആരോപണ വിധേയരായതിനാൽ ശരിയായ അന്വേഷണം നടക്കാൻ സാധ്യതയില്ലെന്ന് നേതാക്കൾ. കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പ്രസ്താവനയിൽ കുറ്റപത്രം തയ്യാറായി. അധിക്ഷേപിച്ചത് RLV രാമകൃഷ്ണനെ തന്നെ. സത്യം ജയിച്ചെന്ന് RLV രാമകൃഷ്ണൻ. നിറത്തിന്റെയും ജാതിയുടെയും പേരിൽ ഒരു കലാകാരനും അവഹേളിക്കപ്പെടാൻ ഇടയാകരുതെന്നും RLV രാമകൃഷ്ണൻ. ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ കേരളം മുൻനിരയിലെത്തിയത് കൂട്ടായ പരിശ്രമത്തിലൂടെയെന്ന് VK ശ്രീകണ്ഠൻ MP. ഈ നേട്ടം എല്ലാ മലയാളികൾക്കും അവകാശപ്പെട്ടത്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ കൂടുതൽ മുന്നേറാൻ നമുക്ക് കഴിയുമെന്നും MP. ചേലക്കര പുലാക്കോട് ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഹോംഗാർഡ് മരിച്ചത് ചേലക്കര പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡ് രമേശൻ. അപകടം ഇന്നലെ രാത്രിയിൽ. വാർത്തകൾ വിശദമായി. പകുതി വില തട്ടിപ്പിനെ ചൊല്ലി വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം. തട്ടിപ്പിൽ ഉൾപ്പെട്ട കൌൺസിലർമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട യോഗത്തിൽ LDF ഭരണസമിതി അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. തട്ടിപ്പിനായി 3 പേർ കൌൺസിലർ പദവി ദുർവിനിയോഗം ചെയ്തെന്നാണ് അടിയന്തര പ്രമേയത്തിലെ പ്രധാന ആരോപണം. ബുഷറ റഷീദ്, കമലം ശ്രീനിവാസൻ, നബീസ, നാസിലി എന്നീ കൌൺസിലർമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ടാണ് LDF അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. സ്വീറ്റ് സൊസൈറ്റിക്ക് വടക്കാഞ്ചേരിയിൽ നേതൃത്വം കൊടുത്തിരുന്നത് ഈ കൌൺസിലർമാരായിരുന്നു എന്നാണ് LDFന്റെ ആരോപണം. കൌൺസിലർ എന്ന പദവി ഉപയോഗിച്ച് നഗരസഭയുടെ പേര് ദുർവിനിയോഗം ചെയ്തു എന്ന് LDF പ്രമേയത്തിലൂടെ ആരോപിക്കുന്നു. 3 കൌൺസിലർമാരും രാജിവെക്കണമെന്നും ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവരെ അയോഗ്യരാക്കണമെന്നും LDF ആവശ്യപ്പെട്ടു. പ്രമേയത്തെ ചൊല്ലി വലിയ ബഹളമാണ് കൌൺസിൽ യോഗത്തിലുണ്ടായത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാതിവില തട്ടിപ്പിൽ ആരോപണ വിധേയരായ എല്ലാ വ്യക്തികളെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും അന്വേഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ആം ആദ്മി പാർട്ടി. എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ തട്ടിപ്പിൽ ഭാഗവക്കായതുകൊണ്ട് ശരിയായ രീതിയിലുള്ള അന്വേഷണം നടക്കുമെന്ന് കരുതുന്നില്ലെന്ന് ആം ആദ്മി പാർട്ടി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് T വേണുഗോപാൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തുടക്കത്തിൽ അന്വേഷണം ഊർജിതമാക്കുമെന്നും പ്രതികൾ രക്ഷപ്പെടില്ലെന്നും പറയുന്ന സർക്കാർ ഒരു ഘട്ടത്തിൽ അന്വേഷണ പ്രവർത്തനം അവസാനിപ്പിച്ച് പ്രതികളെ രക്ഷപ്പെടുത്തുന്ന സമീപനമാകും സ്വീകരിക്കുകയെന്ന് ആം ആദ്മി പാർട്ടി ജില്ലാ പ്രസിഡന്റ് T വേണുഗോപാൽ ആരോപിച്ചു. മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിൽ വെച്ചും പണം കൈമാറിയെന്ന വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. സാധാരണക്കാർക്കാണ് പണം നഷ്ടപ്പെട്ടത്. തട്ടിപ്പിൽ പണം മുടക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത് രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും പങ്കാളിത്തം കണ്ടാണ്. ഇരട്ടി ലാഭം ലഭിക്കുമെന്ന ചതി തിരിച്ചറിയാത്ത വിധം ജനപ്രതിനിധികൾ പ്രവർത്തിച്ചത് ദൗർഭാഗ്യകരമാണ്. തട്ടിപ്പിന്റെ ഭാഗമായി ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിരവധി പരിപാടികൾ പ്രതി സംഘടിപ്പിച്ചപ്പോഴും പാതിവില തട്ടിപ്പാണെന്ന് തിരിച്ചറിയാൻ കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് കഴിഞ്ഞില്ല. ഇതിന് മുന്നിൽ തയ്യൽ മെഷീൻ, ഇതേ ചിറ്റൂർ സീഡ് ഏജൻസി തയ്യൽ മെഷീൻ വിതരണം നടത്തിയിട്ടുണ്ട്. അതിൽ തട്ടിപ്പ് നടന്നിട്ടില്ല. കാരണം അങ്ങനെ ഒരു വിശ്വാസം നേടിയെടുത്തുകൊണ്ടാണ് ഈ വലിയ തട്ടിപ്പിലേക്ക് അവർ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് അതുമായി ബന്ധപ്പെട്ട് നിയമ സംവിധാനത്തിൽ പോലീസ് പരാതി സ്വീകരിക്കുന്ന കാര്യത്തിൽ പോലും അലംഭാവം കാണുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷനിൽ വടരപ്പതിയിലുള്ളവർ ഈ തട്ടിപ്പിന് ഇരയാക്കപ്പെട്ട ആളുകൾ പരാതിയുമായി ചെന്നപ്പോൾ അവരന്ന് പരാതി സ്വീകരിച്ചില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച പോയപ്പോൾ പരാതി സ്വീകരിച്ചില്ല. തിങ്കളാഴ്ച വരാൻ പറഞ്ഞു. തിങ്കളാഴ്ച പോയപ്പോൾ ഈ ഗ്യാപ്പ് ആദ്യമായിട്ട് വരണം ഈ പരാതിയായിട്ട് പോകണം. 30 പരാതികളോളം തിങ്കളാഴ്ച കൊഴിഞ്ഞാമ്പാറ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് 2 പേരാണ്, വടരപ്പതി പഞ്ചായത്തിൽ നിന്ന് 2 പേരാണ് പോയത്. അപ്പോൾ അവരോട് പരാതി സ്വീകരിച്ചിട്ട് ഒരു 5 പേരടങ്ങുന്ന ഗ്രൂപ്പായിട്ട് വരും, എന്നിട്ട് പരാതി സ്വീകരിക്കാം. തട്ടിപ്പ് പണം സംഭാവന എന്ന പേരിൽ കൈപ്പറ്റിയ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെയും
അവരുമായി ബന്ധപ്പെട്ട പോഷക സംഘടനാ നേതാക്കളുടെയും കയ്യിൽ നിന്ന് പണം തിരിച്ചു പിടിക്കണം. പണം നഷ്ടപ്പെട്ടവർക്ക് അത് തിരികെ ലഭിക്കാൻ എല്ലാ സഹായവും ആം ആദ്മി പാർട്ടി നൽകുമെന്നും വേണുഗോപാൽ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി കെ ദിവാകരൻ, മുനീർ കാശോമൊക്ക്, പുഷ്പ ശശികുമാർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വഖഫ് ഭേദഗതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചതിനെതിരെ SDPI പ്രതിഷേധം. ഒറ്റപ്പാലത്ത് SDPI നിയോജക മണ്ഡലം കമ്മിറ്റി നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഒറ്റപ്പാലം ഷംന ഹാൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ബസ് സ്റ്റാൻഡിന് മുന്നിൽ സമാപിച്ചു. SDPI മണ്ഡലം പ്രസിഡന്റ് മാനു കല്ലടി വിശദീകരണ പ്രസംഗം നടത്തി. പ്രതിഷേധക്കാർ വഖഫ് ബില്ലിന്റെ കോപ്പികൾ കത്തിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് സുബൈർ ഒറ്റപ്പാലം, അബ്ബാസ് പാറക്കൽ, ഫൈസൽ പിലാത്തറ, ഷംസുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പ്രസ്താവനയിൽ കുറ്റപത്രം തയ്യാറായി. യൂട്യൂബ് ചാനലിലെ വിവാദ അഭിമുഖത്തിൽ RLV രാമകൃഷ്ണൻ തന്നെയാണ് സത്യഭാമ അധിക്ഷേപിച്ചതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. സത്യം ജയിച്ചെന്ന് RLV രാമകൃഷ്ണൻ പ്രതികരിച്ചു. ചാലക്കുടിക്കാരൻ നർത്തകന് കാക്കയുടെ നിറം എന്ന കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പരാമർശത്തിനെതിരെയാണ് കുറ്റപത്രം തയ്യാറായിരിക്കുന്നത്. പട്ടികജാതിക്കാരനാണ് എന്ന ബോധ്യത്തോടെ തന്നെയാണ് സംസാരിച്ചതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. അഭിമുഖം സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനൽ ഉടമ സുമേഷ് മാർക്കോപോളോയും കേസിൽ പ്രതിയാണ്. സത്യം ജയിച്ചെന്നായിരുന്നു സംഭവത്തിൽ RLV രാമകൃഷ്ണന്റെ പ്രതികരണം. ഒരു കാലത്തും ഇനി ജാതി വിവേചനം ഉണ്ടാകരുതെന്ന താക്കീതാണ് ഈ കുറ്റപത്രമെന്നും രാമകൃഷ്ണൻ പറഞ്ഞു. കലാമണ്ഡലത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി രാമകൃഷ്ണൻ ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെയാണ് കുറ്റപത്രം കോടതിയിലെത്തുന്നത്. കുറ്റം തെളിഞ്ഞാൽ സത്യഭാമയ്ക്ക് പരമാവധി 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. ഒരാളെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല താൻ നിയമപോരാട്ടം നടത്തിയതെന്നും RLV രാമകൃഷ്ണൻ പ്രതികരിച്ചു. ഇത്തരം അധിക്ഷേപങ്ങൾ ആധുനിക ലോകത്ത് പാടില്ല എന്നതിന്റെ പേരിലായിരുന്നു പോരാട്ടം. സത്യത്തിൻ്റെ വാതായനങ്ങൾ എന്നും തുറക്കപ്പെടും എന്ന് പറയുന്ന നമ്മുടെ മഹത്വജനങ്ങൾ അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഒരാളെ ശിക്ഷിക്കപ്പെടാൻ വേണ്ടി ചെയ്തൊന്നല്ല. ഇങ്ങനെയുള്ള ഓരോ അധിക്ഷേപങ്ങൾ ഈ ആധുനിക സാംസ്കാരിക ലോകത്ത് പഠനവും മറ്റു കാര്യങ്ങളും പഠിച്ച് സംസ്കാര സമ്പന്നരായ മനുഷ്യർ ജീവിക്കുന്ന ഈ ലോകത്ത് ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിനെതിരെ ഉള്ളൊരു നടപടിയാണ്. കാരണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നിട്ടിറങ്ങിയത്. ഒരുപാട് കുട്ടികൾ ഇപ്പോഴും കലാരംഗത്ത് തന്നെ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നേരിട്ടുകൊണ്ട് അവരുടെ പഠനങ്ങൾ പാതി വഴി മുടങ്ങി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഇന്ന് കലാലയങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അനുകൂലമായി ഇനി ഇങ്ങനെയൊരു നടപടി ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവരുത്. വിവേചനങ്ങൾ നേരിട്ട് പഠനം തന്നെ മുടങ്ങി നിൽക്കുന്ന നിരവധി കലാകാരന്മാർ വിവിധ ഇടങ്ങളിലുണ്ട്. അവർക്കെല്ലാം ഇനി ആരുടെ ഭാഗത്തു നിന്നും ഒരു വിവേചനവും ഉണ്ടാകരുത് എന്നാണ് താൻ ആഗ്രഹിച്ചത്. സത്യം കൂടെ നിൽക്കുമെന്ന് ഇപ്പോൾ തെളിഞ്ഞു. അഭിമുഖത്തിൽ ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് സത്യഭാമ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെന്നും അത്തരം തെളിവുകൾ പോലീസിന് മുന്നിൽ ഹാജരാക്കാൻ സാധിച്ചെന്നും RLV രാമകൃഷ്ണൻ പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചേലക്കര പുലാക്കോട് ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഹോംഗാർഡ് മരിച്ചു. ചേലക്കര പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡ് 63 വയസ്സുള്ള രമേശനാണ് മരിച്ചത്. ഇന്നലെ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ പുലാക്കോട് സെന്ററിന് സമീപം എതിരെ വന്ന ബൈക്കുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ രമേശിനെ തൃശൂർ ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രി 11:30 മരിക്കുകയായിരുന്നു. എതിർദിശയിൽ നിന്ന് വന്ന ബൈക്കിലെ യാത്രക്കാർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ പരിക്കുകൾ ഗുരുതരമല്ലെന്നാണ് സൂചന. ചേലക്കര പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡാണ് മരിച്ച 63 വയസ്സുള്ള രമേശ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-2026 വാർഷിക വികസന സെമിനാർ ചേർന്നു. കരട് പദ്ധതി രേഖ സെമിനാർ അംഗീകരിച്ചു. ബ്ലോക്ക് ഹാളിൽ നടന്ന സെമിനാർ പ്രസിഡന്റ് ഗീത മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. 24-25 വർഷത്തിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ പദ്ധതികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി കൊണ്ട് വിവിധ പഞ്ചായത്തുകളിലൊക്കെ അതിൻ്റെ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് വരും വർഷത്തിലേക്കും
നല്ല നല്ല പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാവുന്ന ആസൂത്രണ സമിതിയും അതുപോലെ തന്നെ വർക്കിംഗ് ഗ്രൂപ്പ്, ഗ്രാമസഭ ഒക്കെ കൂടി അതിൽ നിന്ന് നല്ല പദ്ധതികൾ തിരഞ്ഞെടുത്താണ് ഇന്നിവിടെ ഇങ്ങനെ ഒരു വികസന സെമിനാറിന് ഒരു കരട് പത്രിക നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ പൂവക്കോട് വിജയന് നൽകി വാർഷിക പദ്ധതി രേഖ പ്രകാശനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് അധ്യക്ഷത വഹിച്ചു. PTM ഫിറോസ് കരട് പദ്ധതി രേഖ വിശദീകരിച്ചു. PP ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. PK ബഷീർ മാസ്റ്റർ, ഷൈമ ഉണ്ണികൃഷ്ണൻ, PT മുഹമ്മദ് കുട്ടി, സെക്രട്ടറി KP സുപ്രഭ തുടങ്ങിയവർ സംസാരിച്ചു. വാർഷിക പദ്ധതി രേഖയിൽ ആരോഗ്യമേഖലയ്ക്കും കുടിവെള്ള വിതരണത്തിനും വലിയ പരിഗണന നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ കേരളം മുൻനിരയിലെത്തിയത് കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായെന്ന് VK ശ്രീകണ്ഠൻ MP. മണ്ണൂർ AUP സ്കൂൾ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP ഫണ്ടിൽ നിന്ന് വിദ്യാലയത്തിലേക്ക് 4 ലാപ്ടോപ്പുകൾ അനുവദിച്ചിട്ടുണ്ട്. ഒരുമയുടെയും കൂട്ടായ്മയുടെയും ഭാഗമായി നാം നേടിയെടുത്തതാണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങൾ. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും നേട്ടമാണിതെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായിട്ട് വളരണം. ഇപ്പൊ നിർബന്ധമാണ് വിദ്യാഭ്യാസം. നമ്മുടെ നാട്ടില് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് വിദ്യാഭ്യാസത്തിനും അതുപോലെ ആരോഗ്യത്തിനുമാണ്. അപ്പൊ ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും നമ്മുടെ നാട് മറ്റു നാടുകളെക്കാൾ വളരെ മുൻപന്തിയിലാണ്. അത് നിലനിർത്തുന്നത് ഈ ഒരു കൂട്ടായ്മയാണ്. ഒരു മാനേജ്മെന്റ് മാത്രമല്ല, ഇവിടുത്തെ രക്ഷകർത്താക്കൾ, നാട്ടുകാർ എല്ലാവരുടെയും വലിയ പിന്തുണ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിനുണ്ട്. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് വീണ്ടും 18 വയസ്സ് പൂർത്തിയായി. 118 വയസ്സുള്ള ഏറ്റവും വലിയൊരു മുത്തശ്ശിയാണ് നമ്മുടെ സ്കൂൾ. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത അധ്യക്ഷത വഹിച്ചു. വിവിധ വിഷയങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. MP ഫണ്ടിൽ നിന്ന് അനുവദിച്ച 4 ലാപ്ടോപ്പുകളുടെ ഉദ്ഘാടനവും VK ശ്രീകണ്ഠൻ നിർവഹിച്ചു. KM അബ്ദുൽ ഹക്കീം റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ്, പഞ്ചായത്ത് പ്രസിഡന്റ് അനിത എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PR ബിന്ദു, സ്കൂൾ മാനേജർ ബാലകൃഷ്ണൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AK ജയശ്രീ, പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ്, റജുല, സതീഷ് പൂഴിക്കുന്ന്, സ്കൂൾ ലീഡർ അർച്ചന എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക TA ഷരീഫ സ്വാഗതവും PTA പ്രസിഡന്റ് NP ഗണേഷ് നന്ദിയും പറഞ്ഞു. രോഗപീഠ മൂലം ദുരിതമനുഭവിക്കുന്ന ഒരു കുടുംബത്തെ സഹായിക്കാൻ സ്കൂളിൽ പ്രത്യേക ഭക്ഷ്യശാലയൊരുക്കിയിരുന്നു. ലഭ്യമായ വരുമാനം ഈ കുടുംബത്തിന് നൽകും. കുട്ടികളുടെ വിവിധ കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാൽ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പാലക്കാട് റൂറൽ ബ്ലോക്ക് 33ാം വാർഷിക സമ്മേളനം മുണ്ടൂർ KAV ഓഡിറ്റോറിയത്തിൽ നടന്നു. മലമ്പുഴ MLA A പ്രഭാകരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മലയാളികളെ പുച്ഛിക്കുന്നതിന് നമ്മളെയൊക്കെ അപമാനിക്കുന്നതിന്റെ സംഭവങ്ങളിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വപ്നത്തിൽ പോലും നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ കഴിയാത്ത രീതിയിൽ രാഷ്ട്രീയ തിമിരം ബാധിച്ച കുറെ ആളുകൾ ഈ സംസ്ഥാനത്തിന്റെ വികസനത്തെയും പുരോഗതിയെയും തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന, ഞാൻ നിങ്ങളുടെ യോഗത്തിൽ പറയണമെന്ന് ആഗ്രഹിച്ചതല്ല, പക്ഷെ നിങ്ങളെയും ബാധിക്കുന്നുണ്ട് ഈ വിഷയങ്ങൾ എന്നതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. നിങ്ങളാണെങ്കിൽ വളരെ ഐക്യത്തോടു കൂടി വളരെ നല്ല രീതിയിൽ ഏറെ കാലം സർവീസിലൊക്കെ ഇരുന്ന് ആ അനുഭവ സംബന്ധമായി ഒരു വിധം പ്രായം ചെന്നവരുടെ കാര്യമില്ല. സമ്മേളനത്തിൽ K പാർത്ഥസാരഥി അധ്യക്ഷത വഹിച്ചു. ജയദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബേബി ഗണേഷ്, ഷീബ കണ്ണൻ എന്നിവർ മാസിക അവാർഡ് വിതരണം ചെയ്തു. യൂണിയൻ ബ്ലോക്ക് സെക്രട്ടറി P കൃഷ്ണദാസ് സ്വാഗതവും PD രവീന്ദ്രൻ നായർ നന്ദിയും പറഞ്ഞു. പ്രതിനിധി സമ്മേളനത്തിൽ പാർത്ഥസാരഥി അധ്യക്ഷത വഹിച്ചു. K കൗസല്യ, C കൃഷ്ണദാസ്, V ചന്ദ്രൻ, P കൃഷ്ണദാസ്, A കാസിം, ജില്ലാ സെക്രട്ടറി PM മോഹൻദാസ്, PT പത്മനാഭൻ, KM ബാലകൃഷ്ണൻ, KK ഗൗരി ടീച്ചർ, P കൃഷ്ണൻകുട്ടി, P സത്യഭാമ, MC വാസുദേവൻ, PR രാജേശ്വരി, KC ബാലൻ, N രാധാകൃഷ്ണൻ നായർ, C ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. രാവിലെ മുണ്ടൂർ കമ്പിപ്പാറയിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് പെൻഷൻകാർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കുട്ടികളുടെ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു.
LP, UP വിഭാഗങ്ങളിലായി 28 ടീമുകൾ പങ്കെടുത്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ജ്യോതിസിന്റെ ആഭിമുഖ്യത്തിൽ 9ാമത് വർഷത്തെ പദ്ധതിയിലെ മുഖ്യ ഇനമായ കുട്ടികളുടെ ഫുട്ബോൾ ടൂർണമെന്റാണ് ശനിയാഴ്ച പഞ്ചായത്ത് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചത്. രാവിലെ മത്സരങ്ങൾ ആരംഭിച്ചു. LP, UP വിഭാഗങ്ങളിൽ നിന്നുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും 28 ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരച്ചത്. നേരത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ഹസീന ടീച്ചർ, KT പുഷ്പലത, V സൈതലവി, ദിവ്യ ദിവാകരൻ, മുഹമ്മദ് ഫൈസൽ, M യൂസഫ്, P നാരായണൻ എന്നിവർ സംസാരിച്ചു. വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പരിയാനംപറ്റ പൂരത്തോടനുബന്ധിച്ച് കല്ലുവഴി ആലുംകുളം യുവജന സംഘത്തിന്റെ ആഘോഷ പരിപാടികൾ 18 വരെ ആലുംകുളത്ത് നടക്കും. വിപുലമായ ആഘോഷ പരിപാടികളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളതെന്ന് ടീം യുവ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാട്ടിലെ കുട്ടികളുടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക എന്ന അർത്ഥമാക്കി ഞങ്ങൾ കലാസന്ധ്യ തുടങ്ങി. ഇന്ന് കലാസന്ധ്യയിൽ വിവിധ തരം പരിപാടികൾ കൊണ്ട് സമൃദ്ധമാണ് ഞങ്ങളുടെ കലാസന്ധ്യ എന്നുള്ളത് നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും. ആഘോഷത്തിന്റെ ഭാഗമായി 16 വൈകിട്ട് 6:30 മാർഗി രഹിത കൃഷ്ണദാസ് അവതരിപ്പിക്കുന്ന തായമ്പകയുണ്ടാകും. കല്ലൂർ രാമൻകുട്ടിമാരാർ മുഖ്യാതിഥിയാകും. പരിയാനംപറ്റ വടക്കൻപൂരത്തിന്റെ മേളപ്രമാണി ശുഗപുരം ദിലീപ്, കിഴക്കൻപൂരത്തിന്റെ മേളപ്രമാണി അത്താലൂർ ശിവൻ, പടിഞ്ഞാറൻ പൂരത്തിന്റെ മേളപ്രമാണി കല്ലൂർ ഉണ്ണികൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. രാത്രി 8-ന് പകരാവൂർ കേളീരവം കഥകളിക്കളരി അവതരിപ്പിക്കുന്ന പ്രഹ്ലാദചരിതം കഥകളി ഉണ്ടാകും. ഫെബ്രുവരി 16 രണ്ടാം ദിവസത്തെ ടിവിയുടെ ആഘോഷങ്ങളുടെ 2ാം ദിവസം വൈകിട്ട് 6:30 മണിക്ക് ആലങ്കുളത്ത് നടക്കുന്നത് മാർഗി രഹിത കൃഷ്ണദാസിന്റെ തായമ്പകയാണ്. അന്നേ ദിവസം ടിവിയുടെ വാദ്യപ്രവീണ 2025 എന്ന പുരസ്കാരത്തിന് അർഹയായിട്ടുള്ള രഹിതയെ ആദരിക്കുന്നത് ശ്രീ കല്ലൂർ രാമൻകുട്ടി മാരാറാണ്. കൂടാതെ അന്നത്തെ ഒരു ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ 3 ദേശങ്ങൾ, പടിഞ്ഞാറ്, കിഴക്ക്, വടക്ക്, ഈ 3 ദേശങ്ങളിലെയും മേളപ്രമാണിമാരെ ആദരിക്കുക കൂടി ടീമിയുടെ വേദിയിൽ ചെയ്യുന്നുണ്ട്. ഇതിനുവേണ്ടി നമ്മുടെ 3 ദേശങ്ങളിലെ പ്രതിനിധികളെയും ടീം അവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതിനുശേഷം 8 മണിക്ക് ശേഷം നമ്മുടെ കഥകളി പ്രഹ്ലാദചരിതമാണ് അരങ്ങേറുന്നത്. 17-ന് വൈകിട്ട് 6:30 നടക്കുന്ന കലാസന്ധ്യയും സാംസ്കാരിക സദസ്സും സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. ഏഞ്ചൽ ജോഷി പങ്കെടുക്കും. 18-ന് കാളവേല ദിവസം രാവിലെ 10 മണിക്ക് കാളത്തല പൂജ, വൈകിട്ട് 4-ന് നഗരപ്രദക്ഷിണം, 7-ന് ഫ്യൂഷൻ ശിങ്കാരിമേളം, 9-15-ന് ചൈനീസ് വെടിക്കെട്ട് എന്നിവ നടക്കും. വൈഷ്ണവ് കല്ലാട്ട്, ശരൺ അപ്പു, ഗായകരായ ഭവിൻ വിനോദ്, C അനഘ തുടങ്ങിയവർ സംഗീത വിരുന്നൊരുക്കും. രാത്രി 9:30-ന് കാളവേല പുറപ്പെടും. അതിന് തുടക്കം കുറിക്കുന്നത് ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ഭവിൻ വിനോദും കൂടാതെ അനഘ ശ്രീകൃഷ്ണവരും. അവരുടെ കൂടെ ഏറ്റവും നമ്മുടെയൊക്കെല്ലാം സുപരിചിതനായിട്ടുള്ള ശരൺ അപ്പു, AR റഹ്മാൻ സാർ വീഡിയോ ഷെയർ ചെയ്ത് ഏറെ വൈറലായിട്ടുള്ളൊരു വ്യക്തിയാണ് ശരൺ അപ്പു. കൂടാതെ വൈഷ്ണവ് പരിയാനംപറ്റ, ഇവർ 4 പേരും ചേർന്ന ഒരു കോംബോയും അതിന് കൂടെ പ്ലേ ബോയ്സ് മണ്ണാർക്കാടിന്റെ ശിങ്കാരിമേളവും ഫ്യൂഷനും കൂടി ചേരുമ്പോൾ ആലുംകുളം ആകെ ഇളക്കി മറക്കാൻ തരത്തിൽ റെഡിയായിരിക്കുകയാണ് നമ്മുടെ എല്ലാ അംഗങ്ങളും. വൈസ് പ്രസിഡന്റ് TK സുനിൽ, ഖജാൻജി MV ശ്രീറാം, കലാമണ്ഡലം രാമൻകുട്ടി, സെക്രട്ടറി P രഞ്ജിത്ത്, ജോയിന്റ് സെക്രട്ടറി അനീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. പകുതി വില തട്ടിപ്പിനെ ചൊല്ലി വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹളം. തട്ടിപ്പിൽ ഉൾപ്പെട്ട കൗൺസിലർമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് LDF ഭരണസമിതി അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. തട്ടിപ്പ് നടത്താൻ 3 പേർ കൗൺസിലർ പദവി ദുരുപയോഗം ചെയ്തെന്ന് പ്രമേയത്തിൽ ആരോപണം. പാതിവില തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി പാലക്കാട് ജില്ലാ കമ്മിറ്റി. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ആരോപണ വിധേയരായതിനാൽ ശരിയായ അന്വേഷണം നടക്കാൻ സാധ്യതയില്ലെന്ന് നേതാക്കൾ. കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പ്രസ്താവനയിൽ കുറ്റപത്രം തയ്യാറായി. അധിക്ഷേപിച്ചത് RLV രാമകൃഷ്ണനെ തന്നെ.
സത്യം ജയിച്ചെന്ന് RLV രാമകൃഷ്ണൻ. നിറത്തിന്റെയും ജാതിയുടെയും പേരിൽ ഒരു കലാകാരനും അവഹേളിക്കപ്പെടാൻ ഇടയാകരുതെന്നും RLV രാമകൃഷ്ണൻ. ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ കേരളം മുൻനിരയിലെത്തിയത് കൂട്ടായ പരിശ്രമത്തിലൂടെയെന്ന് VK ശ്രീകണ്ഠൻ MP. ഈ നേട്ടം എല്ലാ മലയാളികൾക്കും അവകാശപ്പെട്ടത്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ കൂടുതൽ മുന്നേറാൻ നമുക്ക് കഴിയുമെന്നും MP. ചേലക്കര പുലാക്കോട് ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഹോംഗാർഡ് മരിച്ചത് ചേലക്കര പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡ് രമേശൻ. അപകടം ഇന്നലെ രാത്രിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.